അല്ലെങ്കിൽ ദൈവം കർണത്ത് മറുപടി കൊടുത്തു. പ്രേം നസീർ വിവാദത്തിൽ തന്നെ വിമർശകർക്കെതിരെ മറുപടിയായി ടിനിട്ടോ. എന്ത് ഈ പ്രേം നസീർ അവാർഡ് എന്ന് പറഞ്ഞാൽ നല്ല അഭിനയ പ്രതിഭകൾക്കൊക്കെ കൊടുക്കുന്നതാണ്. പ്രേം നസീർ അവാർഡുകൾ. ഇദ്ദേഹം എന്ത് സംഭാവനയാണ് ഈ സിനിമയിൽ ചെയ്തത്? ചില മിമിക്രിയിലൊക്കെ ആണെങ്കിൽ സമ്മതിച്ചു. അദ്ദേഹത്തിന് ഇടയ്ക്ക് ട്രോളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ചില സൗണ്ടൊക്കെ ഈ കെ നായനാരുടെ ചില സൗണ്ടുകളൊക്കെ ഇതിനകത്ത് ചില അനുകൂലിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് ഈ പ്രേം നസീർ അവാർഡ് മാത്രം കൊടുക്കാൻ എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ പേര് പുള്ളി നമ്മളെ വിളിക്കുമെന്ന് പോലും അറിയില്ല. എന്നാലും പുള്ളി ട്രിഗർ ആവണ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അന്നിരുന്നാൽ പോലും ഞാൻ ചോദിക്കുകയാണ്, ഈ പ്രേം നസീർ അവാർഡൊക്കെ ഈ പുള്ളിക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? വേറെ എത്രയോ നല്ല അഭിനയ പ്രതിഭകളൊക്കെ ഉണ്ട്. പ്രേം സ്മൃതി അവാർഡ് അതാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എനിക്കൊരു ഡൗട്ട്. പിന്നെ എന്ത് കണ്ടിട്ടാണ് പുള്ളിക്ക് കൊടുത്തതെന്ന് പോലും അറിയില്ല. പ്രേം നസീർ എന്ന് പറഞ്ഞാൽ മഹാനടനൊക്കെയാണ്. പുള്ളീനൊക്കെ അന്ന് ആക്ഷേപിച്ച് പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഒരു ലഘു ഇല്ലാതെയൊക്കെ പുള്ളി പറയണേ. അതുപോലെ തന്നെ ഫോൺ വിളിച്ചിട്ട് എന്താ സത്യാവസ്ഥ എന്നൊക്കെ അറിയാതെ തിരിച്ച് ചാടി വിളിക്കുന്നതാണ് പുള്ളിയുടെ കാര്യം. അതിനകത്ത് ഏറ്റവും ഈ രീതിയിൽ അന്ന് പറഞ്ഞ പുള്ളി പ്രേം നസീർ ദരിദ്രനായി പൈസയൊന്നും ഇല്ലാതെ മരിച്ചു എന്നൊക്കെയാണ്. പക്ഷെ അതൊക്കെ അതിനെ എതിർത്തുകൊണ്ട് ആലപ്പി അഷ്റഫും മണിയമ്പിള്ള രാജു ഒക്കെ വന്ന് അദ്ദേഹത്തിനെ വലിച്ചു കീറി അന്ന് എയറിൽ പുള്ളി ഒരു സ്ഥിരതാമസമാക്കിയതാണ്. ഒരു 6 മാസത്തോളം സ്ഥിരതാമസമാക്കിയതാണ്. അതിന് ശേഷമാണ് പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പ്രേം സ്മൃതി അവാർഡ് കൊടുക്കുന്നതിന് പുള്ളി തിരുത്തി പറഞ്ഞു, പ്രേം നസീർ എനിക്ക് യോഗ്യതയൊക്കെ ഇല്ല എന്നുള്ളത്. പുള്ളി നിൽക്കക്കള്ളിയില്ലാതെ അവസാനം തിരുത്തി പറയേണ്ടി വന്നു. അപ്പോൾ അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഇദ്ദേഹത്തിന് യോഗ്യതയുണ്ടോ ഇല്ലയോ അത് കാര്യമായിട്ട് അറിയില്ല. പ്രേം നസീറിനെ പോലൊരു അദ്ദേഹത്തിൻ്റെ അവാർഡ് കൊടുക്കാൻ ഇദ്ദേഹം അർഹനാണോ? അർഹത എന്ന് വെച്ചാൽ എനിക്ക് ഇനിയും അർഹനാവാം. പക്ഷെ അതിന് മാതിരിയുള്ള സംഭാവനകൾ ചെയ്യണം. ഇയാൾ എന്ത് സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്?